ഇത്ര സാധനങ്ങളോട് നാട്ടിൽ പോകുമ്പോ കൊണ്ടുപോണ് എല്ലാ പൈസ ഒക്കെ പെങ്ങളെ കല്യാണത്തിന് അയച്ചു കൊടുത്തില്ലേ? അല്ല ഇജ്ജ് പോണ കിറുക്കിറക്കാനോ പറഞ്ഞിട്ടില്ലേ? പോവാണെന്നുള്ളൊക്കെ അയാൾ അറിഞ്ഞു. ആ എരപ്പങ്കാക്ക റൂമിൽ മുമ്പ് ഇറങ്ങാൻ നോക്കും. അസ്സലാമലൈക്കും. എപ്പോഴാ വന്നു? ആ എന്നാ എന്റെ മെസ്സല്ലേ ഇപ്പം നാട്ടിൽ പോവാണിച്ചിട്ട് ആർക്ക് തിന്നൊന്നും വേണ്ടേ? ഒരു തൊയില് ഇയാളെയും ഇല്ലല്ലോ. നമ്മളെന്തേലും പറഞ്ഞാൽ ഓൾക്ക് വലിയ കുറ്റ. ഞാൻ പോവാട്ടോ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. മുസാക്ക പോവാ. അസ്സലാമലൈക്കും. ഇജ്ജ് നാട്ടിക്ക് പോകാന്നുള്ള ഈ മൂസാക്കാണ്ട് പറയാത്തില് ഭയങ്കര വിഷമണ്ടിച്ച്. 2 കൊല്ലായി ഞാൻ ഈ റൂമിൽ നിങ്ങളടുത്ത് ഒരു തൊയിലെന്ന് പറഞ്ഞ സാധനങ്ങൾ എനിക്ക് തന്നപ്പോ എന്തിനാ ഞങ്ങളോട് പോണ്ട പറയണ്ടേ? നിങ്ങൾക്കൊക്കെ ഞാനൊരു ഗർഗർക്കാക്കെ നിങ്ങളെ നല്ലിന് മാത്രമേ ഞാൻ അത്ര കാലം പറഞ്ഞിട്ടുള്ളൂ. റൂമിൽ മെസ്സ് ഉണ്ടാവുമ്പോ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനോട് തെറ്റിക്കൊണ്ട് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയെങ്കിലും ഇവിടെ റൂമിൽ വരുന്ന ആൾക്കാരോട് നിങ്ങൾ നല്ല പോലെ നിന്നാ ഞാൻ എന്റെ മക്കളെ മാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് എന്നോട് വെറുപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ നാട്ടിൽ കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ടടുത്തുണ്ട് പ്രവാസി സൂക്ക് എന്ന് പറഞ്ഞൊരു കട. അവിടെ എന്റെ പെരീക്കിന്റെ കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് വിരോധം ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടേ കൊടുക്കുള്ളൂ. അത് ഞങ്ങളെ വീട്ടിൽ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാനും തമ്മിൽ എന്ത് മാറ്റമുള്ളത് മൂസാക്ക. ഞാൻ പോയിട്ട് വരാം. അസ്സലാമലൈക്കും. ദുബായിന്ന് മൂസാക്കാന്ന് പറയുന്ന ഒരാളെ വിളിച്ചില്ലേ? മൂപ്പര് വീട്ടിലെ പെട്ടി റെഡി ആക്കണം. മൂപ്പര് പറഞ്ഞ പെട്ടിയാണതേ. പക്ഷെ മൂസാക്കാന്റെ വീട്ടിക്കല്ല, ഇത് മൂസാക്കാന്റെ വക എന്റെ വീട്ടിക്കെന്നാ പറഞ്ഞത്. അപ്പൊ പ്രവാസി ചങ്കളെ അവിടുന്ന് ലഗേജ് കയറ്റിക്കാണെങ്കിൽ നാട്ടിൽ ഇങ്ങോട്ട് പോരാൻ നിൽക്കണ്ട. അവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവിടുത്തെ അതേ പൈസക്ക് ഇവിടെ കിട്ടും. അത് മാത്രല്ല കേട്ടോ, വിളിച്ചു പറഞ്ഞ സാധനം വീട്ടിൽ എത്തിച്ച് കൂടാതെ 5 പ്രവാസി പെട്ടി വരെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്രവാസി സൂക്ക് എന്നുള്ള പേജ് ഫോളോ ചെയ്യുക, ഈ വീഡിയോയിൽ ഒരു കമന്റും ചെയ്യുക. അപ്പൊ വരെ ഷോപ്പുകളുള്ളത് കരിപ്പൂര്, കൊച്ചി, ദുബായ്.